പക മനസ്സിൽ സൂക്ഷിക്കുന്ന നക്ഷത്രക്കാർ. ജ്യോതിഷമനുസരിച്ച് ചില രാശികളിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ പൊതുവെ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാത്തവരും തങ്ങളെ വേദനിപ്പിച്ചവരോട് അല്ലെങ്കിൽ വഞ്ചിച്ചവരോട് മനസ്സിൽ പകയും വൈരാഗ്യവും സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാനമായും താഴെ പറയുന്ന നക്ഷത്രക്കാരിലും രാശിക്കാരിലുമാണ് ഈ സ്വഭാവ സവിശേഷത കൂടുതൽ കണ്ടുവരുന്നത്. കാർത്തിക, ഉത്രം, ഉത്രാടം സൂര്യന്റെ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വാഭിമാനികളും ദേഷ്യക്കാരുമാണ്. ആരോടെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടപ്പിലാക്കുന്നത് വരെ അവരുടെ മനസ്സിൽ ആ ചിന്ത നിലനിൽക്കും. അപമാനം ഏൽക്കേണ്ടി വന്നാൽ അത് അവർ എളുപ്പത്തിൽ മറക്കില്ല. തിരുവാതിര, ചോതി, ചതയം രാഹുവിന്റെ നക്ഷത്രങ്ങൾ. രാഹുവിന്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ആരെങ്കിലും തങ്ങളെ ചതിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അനുയോജ്യമായ സമയം വരുമ്പോൾ പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഇവരിൽ കാണാറുണ്ട്. വിശാഖം, തൃക്കേട്ട വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ജ്യോതിഷത്തിൽ ഏറ്റവും അധികം വൈരാഗ്യബുദ്ധിയുള്ള രാശിയായി കണക്കാക്കുന്നത് വൃശ്ചികം രാശിയാണ്. വിശാഖം, അവസാനക്കാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഇതിൽ വരുന്നു. പ്രത്യേകിച്ച് തൃക്കേട്ട, വിശാഖ നക്ഷത്രക്കാർ തങ്ങൾക്ക് കിട്ടിയ അടിയോ അപമാനമോ ഒരിക്കലും മറക്കില്ല. പുറമെ ശാന്തരായി കാണപ്പെടുമെങ്കിലും മനസ്സിൽ പ്രതികാര ചിന്ത വെച്ചു പുലർത്താൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. മകം, പൂരം, ചിങ്ങം രാശി. ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റാൽ ഇവർക്ക് അത് സഹിക്കാൻ കഴിയില്ല. തങ്ങളെ തരം താഴ്ത്തി സംസാരിച്ചവരോട് പെട്ടെന്ന് ക്ഷമിക്കാൻ ഇവർ തയ്യാറാകില്ല. ജ്യോതിഷത്തിൽ പകയും വൈരാഗ്യവും മനസ്സിൽ വെച്ച് പുലർത്താനും അത് തരം കിട്ടുമ്പോൾ പ്രകടിപ്പിക്കാനും സാധ്യതയുള്ള മറ്റു ചില നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹസ്വാധീനങ്ങളെക്കുറിച്ചും കൂടി വിശദമായി പറയാം. ഭരണി, പൂരം, പൂരാടം ശുക്രന്റെ നക്ഷത്രങ്ങൾ. ശുക്രന്റെ ക്ഷമ പൊതുവെ ഉണ്ടെങ്കിലും ഭരണി നക്ഷത്രക്കാർ യമന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ അനീതിയോ ചതിയോ നേരിട്ടാൽ അത് എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല. തങ്ങളെ അപമാനിച്ചവരോട് ഉള്ളിൽ വലിയ വൈരാഗ്യം സൂക്ഷിക്കുകയും അവർക്ക് തക്കതായ മറുപടി നൽകാൻ കാത്തിരിക്കുകയും ചെയ്യും. ആയില്യം, ബുധന്റെ നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ സർപ്പമാണ്. നാഗത്തെ പോലെ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പുറമെ വളരെ സ്നേഹത്തോടെ പെരുമാറുമെങ്കിലും ഉള്ളിൽ തങ്ങളെ ദ്രോഹിച്ചവരോടുള്ള ദേഷ്യം സൂക്ഷിച്ചു വെക്കാൻ ഇവർക്ക് കഴിയും. സമയം വരുമ്പോൾ വളരെ സൂത്രത്തിൽ ഇവർ തിരിച്ചടിക്കും. മകയിരം, ചിത്തിര, അവിട്ടം ചൊവ്വയുടെ നക്ഷത്രങ്ങൾ. ചൊവ്വ കോപത്തിന്റെ ഗ്രഹമാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ദേഷ്യം പെട്ടെന്ന് വരും. തങ്ങളുടെ താല്പര്യങ്ങൾക്കോ ആത്മാഭിമാനത്തിനോ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരെ ശത്രുക്കളായി കാണാനും മനസ്സിൽ പക സൂക്ഷിക്കാനും ഇവർ മുതിരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത്? ജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ചില ഗ്രഹനിലകളും ഈ സ്വഭാവത്തിന് കാരണമാകുന്നു. രാഹുവിന്റെ ആധിപത്യം. രാഹു ലഗ്നത്തിലോ 8ാം ഭാവത്തിലോ നിൽക്കുന്നവർ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് മറക്കില്ല. ചൊവ്വ, ശനി യോഗം. ജാതകത്തിൽ ചൊവ്വയും ശനിയും തമ്മിൽ ബന്ധം വന്നാൽ ദേഷ്യം ഉള്ളിലടക്കി പിടിച്ച് പിന്നീട് പ്രതികാരം ചെയ്യാനുള്ള പ്രവണത കൂടാം. വൃശ്ചികം, കർക്കിടകം രാശികൾ. ജലരാശികളായ കർക്കിടകത്തിനും വൃശ്ചികത്തിനും വൈകാരികമായ മുറിവുകൾ എളുപ്പത്തിൽ ഉണങ്ങില്ല. കർക്കിടകക്കാർ വിഷമം മനസ്സിൽ വയ്ക്കുമ്പോൾ വൃശ്ചികക്കാർ പകയായി അത് ഉള്ളിൽ കൊണ്ടു നടക്കും. ഓർക്കുക, ഇതൊരു പൊതുവായ ജ്യോതിഷ വിശകലനം മാത്രമാണ്.
ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവരുടെ ലഗ്നം, ജാതകത്തിലെ ഗ്രഹനിലകൾ, വളർന്നുവരുന്ന സാഹചര്യം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഈ സ്വഭാവം ഉണ്ടാകണമെന്നില്ല.